ഹലോ ഗുഡ് ഈവനിങ്. എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം. കവീസ് ലൈഫ് സ്റ്റൈൽ ലാബ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡയറ്റിൽ നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ ഒരു സ്കിൻ വൈറ്റനിങ് ഡ്രിങ്ക് കൂടെ ഉൾപ്പെടുത്താം. കാരണം നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാര്യം എന്തായാലും ചെയ്യാൻ മെനക്കെട്ട്, അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഇൻട്രസ്റ്റ് ആയിരിക്കും ചെയ്യാനായിട്ട്. ചേച്ചി ഉച്ചക്കിട്ട് സ്കിൻ വൈറ്റനിങ്ങിൻ്റെ ഇത് കണ്ടായിരുന്നോ, എണ്ണ കണ്ടായിരുന്നോ? ഒരുപാട് ഡ്രൈ സ്കിന്നൊക്കെ ഉള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല രീതിയിൽ കളർ കിട്ടുന്ന രീതിയിലുള്ള ഒരു നല്ല ഓയിൽ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരൊക്കെ അത് പോയി കാണണം കേട്ടോ. നാളെ തൊട്ട് നമ്മൾ ലെഗ് നമ്മുടെ കൈയും കാലും ഒക്കെ നല്ല ഭംഗിയായിട്ട് വെക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ്. നിങ്ങൾ എല്ലാവരും അതിന് സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടായിരിക്കണം. ഞാൻ ഇപ്പോൾ ഫസ്റ്റ് വീഡിയോ ഇട്ടപ്പോൾ തന്നെ നിങ്ങൾ എല്ലാവരും ഒരുപാട് പേര് കണ്ടു ആ വീഡിയോ. ഒരുപാട് സന്തോഷം കിട്ടിയ സപ്പോർട്ടിന്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മൾ ആ ഉച്ചയ്ക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഒരു സ്കിൻ വൈറ്റനിങ് ഡ്രിങ്ക് കൂടെ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ ഒരു സ്കിൻ വൈറ്റനിങ് ഡ്രിങ്ക് എന്ന് പറയുന്നത് ഒരു ഡിഫറെൻറ്റ് കോമ്പിനേഷൻ ആണ്, പക്ഷേ നല്ല രീതിയിൽ സ്കിൻ വൈറ്റനിങ്ങിന് റിസൾട്ട് കിട്ടുന്ന ഒരു ഡ്രിങ്കാണ്. അത് നമുക്ക് ഇന്ന് തൊട്ട് നമ്മുടെ ഡയറ്റിൽ, അപ്പം ഞാൻ ആ ഒരു സ്കിൻ വൈറ്റനിങ് ഡ്രിങ്കിനെ ഒരു ഡയറ്റ് ഫോർമാറ്റിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു ഗുരുനാഥനോട് ചോദിച്ചപ്പോഴത്തേക്ക് പുള്ളി ഒരു ഡയറ്റ് ഫോർമാറ്റിൽ മാറ്റി എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ ആ രീതിയാണ് നിങ്ങളോട് ഇന്ന് പറയുന്നത്. പപ്പായ വെച്ചിട്ടുള്ളതാണ്. ഞാൻ ഇന്ന് പപ്പായ തേടി നടന്നു. ഇന്നലെ തൊട്ട് തേടി നടക്കുവാണ്. എനിക്ക് എവിടെയും പഴുത്ത പപ്പായ കിട്ടിയില്ല. ഇന്ന് പോയപ്പോഴും പച്ച പപ്പായ കിട്ടി. അതുകൊണ്ട് നിങ്ങളെനിക്ക് ഉണ്ടാക്കി കാണിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ആരും വിഷമിക്കരുത്. ഞാൻ കറക്റ്റായിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു തരാം. നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കണം. ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത്, അപ്പോൾ എന്നോടുള്ള ഇഷ്ടം കാണിക്കുന്നത് എങ്ങനെയാണെന്ന് മറന്നു പോകരുത്. എല്ലാവരും നിങ്ങളുടെ എല്ലാവരുടെയും ഇഷ്ടം ഒരു വലിയ ഹാർട്ട് ലൈക്കായിട്ട് പ്രസ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പീസ് പപ്പായ എടുക്കുക. നമുക്ക് ഒരാൾക്കുണ്ട ജ്യൂസിൻ്റെ കണക്കാണ് ഞാൻ പറയുന്നത്. ഒരു വലിയ പീസ് പപ്പായ, ഒരു ചെറിയ ക്യുക്കുംബർ. എനിക്ക് ത്രോട്ടിനൊരു പ്രോബ്ലം ഉണ്ട് കേട്ടോ. ഒരു ചെറിയ കുക്കുംബർ, നമ്മുടെ വലിയ കുക്കുംബർ അല്ലെങ്കിൽ വെള്ളരിക്ക, നമ്മുടെ സാലഡ് വെള്ളരി ഇല്ലേ, ആ വെള്ളരി ആകാം. അല്ലെങ്കിൽ വേറൊരു സൈസ് പച്ച കളർ ചെറിയ വെള്ളരിക്കയുണ്ട്, അതാവാം. നിങ്ങളുടെ ഇഷ്ടം ഏത് വെള്ളരിക്കയാണെങ്കിലും. ഹാഫ് വെള്ളരിക്ക എടുക്കുക. വലിയ വെള്ളരിയാണെങ്കിൽ ഹാഫ്, ചെറിയ വെള്ളരിയാണെങ്കിൽ ഒരു മുഴുവൻ വെള്ളരി എടുക്കാം. അതിൻ്റെ കൂടെ ഒരു ഹാഫ് ലെമണും വേണം. പപ്പായ വേണം, ക്യുക്കുംബർ വേണം, ലെമൺ വേണം. അപ്പോൾ ഈ ഒരു പീസ് പപ്പായ ചിന്നതായിട്ട് ഒരു ശകലം പപ്പായ ചിന്ന പീസുകളായിട്ട് കട്ട് ചെയ്തിടുക. ക്യുക്കുംബർ അരിയോട് കൂടി, പിഞ്ച് കുക്കുംബർ ആണെങ്കിൽ തൊലിയോടും കൂടി, തൊലി ചെത്തി കളയണ്ട. തൊലി നല്ലപോലെ വാഷ് ചെയ്തതിന് ശേഷം തൊലിയോട് കൂടി തന്നെ ചെയ്യാം. പിന്നെ കുക്കുംബറൊക്കെ ആണ് നമുക്ക് പെസ്റ്റിസൈഡ്സ് ഒക്കെ അടിച്ചിട്ട് ഡൗട്ട് ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് അത് നിങ്ങളുടേതായ രീതിയിൽ ഒന്ന് കഴുകി തൊലിയെ കളഞ്ഞിട്ട് ഇടാം കേട്ടോ. എങ്ങനെയായാലും പിന്നെ അതിൻ്റെ കൂടെ ഒരു ഹാഫ് ലെമൺ കൂടെ നല്ലപോലെ ഒഴിച്ചതിന് ശേഷം നല്ലപോലെ വെള്ളം അടിച്ച് നല്ലപോലെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് നല്ല ജ്യൂസ് ആക്കി എടുക്കുക. നല്ല നമ്മുടെ ക്യുക്കുംബറിൽ തന്നെ ഒരുപാട് വെള്ളമുണ്ട്, ലെമൺ വെള്ളമുണ്ട്. പിന്നെ നമ്മുടെ പപ്പായയും വെള്ളം പോലെ ആകും. നല്ല സ്മൂത്തി ആയിട്ട് അടിച്ചെടുക്കുക. അതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പനങ്കൽക്കണ്ട് ആഡ് ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടമാണത്. വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് പനങ്കൽക്കണ്ട് ആഡ് ചെയ്യാം. ഇല്ലെങ്കിൽ ആ ഒരു ജ്യൂസും ആ ഒരു ടേസ്റ്റ് മാത്രം മതി. അതിൻ്റെ കൂടെ ചിയാ സീഡ്സ്, നിങ്ങൾ കുറച്ച് ചിയാ സീഡ്സ് വെള്ളത്തിലിട്ട് വെച്ചേക്കണം. എന്നിട്ട് നിങ്ങൾ ഇത് നല്ലപോലെ അടിച്ച് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരു സ്പൂൺ ചിയാ സീഡ്സും കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് ആ ഒരു സ്മൂത്തി ആയിട്ട് കഴിക്കണം. ഇത് ഇന്ന് തൊട്ട് എവറി മിഡ് മോർണിംഗ്, അതായത് ഒരു 11-12 മണിയാകുമ്പോൾ നമ്മൾ കുടിക്കുന്ന ജ്യൂസ് ഉണ്ടല്ലോ, അതിന് പകരമായിട്ട് നിങ്ങൾ ഈ ഒരു സ്കിൻ വൈറ്റനിങ് ജ്യൂസ് വേണം ഇനി ഞാൻ പറയുന്നത് വരെ കുടിക്കാനായിട്ട്. കണ്ടിന്യൂസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല റിസൾട്ടാണ് ഈ ഒരു സ്കിൻ വൈറ്റനിങ്. എന്ന് പറഞ്ഞ് ഇന്ന് കുടിച്ച് ചേച്ചി നാളെ അങ്ങ് വെളുത്തിരിക്കുന്നല്ല. ഇത് നമ്മൾ പടിപടിയായിട്ട് ചെയ്യണം. ഞാൻ ഉച്ചക്കിട്ടൊരു ഓയിൽ കണ്ടോ, നല്ല രീതിയിൽ മാറ്റം ഉണ്ടാവും കേട്ടോ. നാളെ ഞാൻ എൻ്റെ കാലിൽ അപ്ലൈ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. കാലിന് നമുക്ക് ഞാൻ അതുകൊണ്ട് തന്നെ കാല് നല്ലോണം വൃത്തിയാക്കിയില്ല, കുറച്ച് അഴുക്കാക്കിയൊക്കെ വെച്ചേക്കുക. അപ്പോഴാണ് നമ്മൾ ചെയ്യുമ്പോൾ ആ ഒരു ഡിഫറൻസ് ഓരോ ദിവസം കഴിയും തോറും അറിയാൻ പറ്റുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു സ്കിൻ വൈറ്റനിങ് ജ്യൂസ് ഇന്ന് തൊട്ട് 11 മണിയൊക്കെ ആകുമ്പോൾ ഉണ്ടാക്കി കുടിക്കുക. പപ്പായ ശരീരത്തിന് വളരെ നല്ലതാണ്. ശരീരത്തിലുള്ള അഴുക്കൊക്കെ എടുത്ത് കളയാനായിട്ട് പപ്പായയ്ക്ക് കഴിവുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ജ്യൂസ് വേണം ഇന്ന് തൊട്ട് ഞാൻ പറയുന്നത് വരെ 11 മണിക്ക് കഴിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സ്കിൻ വൈറ്റനിങ് ഡ്രിങ്ക്. അതാദ്യം തന്നെ പറഞ്ഞേക്കാം. അതിനുശേഷം നമ്മുടെ ഇന്നത്തെ ഡയറ്റ് എക്സസൈസ് ചേച്ചി രാവിലെ എക്സസൈസ് ഇട്ടില്ല, നാളെ ഇടാം കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് പറഞ്ഞതുപോലെ തന്നെ ഏതെങ്കിലും ദിവസം ചേച്ചി ഇട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന് മുമ്പുള്ള ഏതെങ്കിലും ഒരു ദിവസത്തെ എക്സസൈസ് നിങ്ങൾ ചെയ്യുക. ചേച്ചിയുടെ ദേഷ്യമൊന്നും ആർക്കും തോന്നരുത്. ഒരു ദിവസം
ദിവസം 3 വീഡിയോ ആണ് ഇടുന്നത്. അതുകൊണ്ട് തന്നെ ചില മെൻ്റൽ പ്രഷർ സംടൈം ഉണ്ടാകും. കാരണം എടുക്കണം, എഡിറ്റ് ചെയ്യണം, നെറ്റ് ഭയങ്കര സ്ലോ ആയി പോവും. പിന്നെ നമുക്ക് ശാരീരികമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു പ്രോബ്ലം വരും. അതുകൊണ്ടാണ് എല്ലാവരും കൂടെ നിന്ന് സഹകരിക്കണം. എനിക്കറിയാം ഭയങ്കര സപ്പോർട്ടാണ് എല്ലാവരും. നിങ്ങളുടെ കമൻ്റൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സ്നേഹമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ഇടണം. കമൻറ്റ് എനിക്ക് എന്തെങ്കിലും ഒരു കമൻറ്റ്, ചുമ്മാ ഹായ് അല്ല, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്മുടെ വീഡിയോ, ഏതെങ്കിലും ഒരു വീഡിയോയെ പറ്റി എന്തെങ്കിലുമൊക്കെ മെൻഷൻ ചെയ്ത് നിങ്ങൾക്കുണ്ടായ മാറ്റങ്ങളോ ഒക്കെ പറഞ്ഞിട്ട് നമുക്ക് കമൻറ്റ് ഇടണം കേട്ടോ. അത് കാണുന്നവർക്ക് പ്രചോദനമാകും. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് അവൽ വെച്ചിട്ട് നമ്മുടെ തക്കാളി ജ്യൂസ് അവലിനകത്ത് പിഴിഞ്ഞൊഴിച്ച് അവൽ വെച്ച് കഴിച്ചിട്ടില്ലേ, അതേപോലെ വേണം കഴിക്കാനായിട്ട്. അതായത് അവല് തേങ്ങാപ്പാലിൽ കുതിർത്ത് വെക്കുക. അതിനുശേഷം ഒരു തക്കാളി കുഞ്ഞായിട്ട് അരിഞ്ഞിടാം. ചിലർക്ക് അങ്ങനെ അരിയുന്ന ഇഷ്ടമല്ല. അതുകൊണ്ട് ഒരു തക്കാളി നല്ല പേസ്റ്റായിട്ട് അരച്ച് ഈ അവൽ തേങ്ങാപ്പാലിൽ ചേർത്തതിന് ശേഷം ഒരു പിടി ജീരകപ്പൊടിയും ഒരു പിടി കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടെ മിക്സ് ചെയ്ത് രാവിലെ കഴിക്കുക. ഇത് വെയിറ്റ് ലോസിന് നല്ല രീതിയിൽ സഹായിക്കുന്നതാണ് ഈ ഒരു അവൽ റെസിപ്പി. ഒരുപാട് പേർക്ക് ഇഷ്ടമില്ലാത്ത ഒരു റെസിപ്പിയാണിത്. പക്ഷേ ഈ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണം ചെയ്യും. പിന്നെ ഒരുപാട് നമുക്കിപ്പോൾ വിന്റർ സീസൺ ആണ്. വിന്റർ അല്ലല്ലോ, സമ്മർ അല്ലേ, സമ്മർ ചൂട്. എനിക്ക് ഈ വിന്റർ സമ്മർ എല്ലാം മറന്നു പോകും. അപ്പോൾ സമ്മർ സീസൺ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. ശരീരം എപ്പോഴും മോയ്സ്ചറൈസ് ആയിട്ട് വെക്കണം. അപ്പോഴാണ് നമുക്കൊരു ഉഷാറായിട്ടും എനർജി ആയിട്ടും ചൂടൊന്നും അധികം എടുത്ത് ഈ ഫ്രെക്കിൾസും ഒക്കെ വരാതെ നമ്മളെ സംരക്ഷിക്കുക. നീറ്റായിട്ടിരിക്കേണ്ട സമയമാണ് ഇപ്പോഴും. അപ്പോൾ രാവിലെ ഇങ്ങനെ ഒരു അവൽ റെസിപ്പി ഇതുപോലെ കഴിക്കുമ്പോൾ നമ്മൾ ശരീരത്തിന് ഒരുപാട് നല്ലതും ചെയ്യും. ആവശ്യത്തിനുള്ള എല്ലാ പ്രോട്ടീൻസും ഒക്കെ നമ്മുടെ ശരീരത്തിന് കിട്ടുകയും ചെയ്യും. വെയിറ്റ് ലോസ് സംഭവിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പം നമ്മുടെ രാവിലെ അതിനുശേഷം 11 മണിക്ക് ഞാൻ പറഞ്ഞ സ്കിൻ വൈറ്റനിങ് ജ്യൂസ് കഴിക്കാം. അതിനുശേഷം ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കേണ്ടത് കഞ്ഞിയാണ്. ഉലുവ വെച്ചിട്ട് കഞ്ഞി ഉണ്ടാക്കി കഴിക്കാം. ഉലുവ എന്തുകൊണ്ട് അധികം ഉൾപ്പെടുത്തും എന്ന് പറഞ്ഞാൽ, ഉലുവ ഫസ്റ്റ് വെയിറ്റ് ലോസിന് വളരെയധികം സഹായിക്കും. 2 സ്കിൻ വൈറ്റനിങ്ങിന് സഹായിക്കും. 3 എന്ന് പറയുന്നത് ശരീരത്തെ തണുപ്പായിട്ട്, നമ്മുടെ ശരീരത്തിന് ചൂടിനെ കൺട്രോൾ ചെയ്ത് ശരീരത്തെ തണുപ്പാക്കി വെക്കാനായിട്ട്, നമ്മുടെ ഹീറ്റിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കും ഉലുവ. അപ്പോൾ കഞ്ഞി ഉണ്ടാക്കുന്നത് എല്ലാവർക്കും അറിയാം. ഗോതമ്പിൻ്റെ എടുക്കാം, അല്ലെങ്കിൽ ബ്രൗൺ റൈസ് എടുക്കാം. എടുത്തിട്ട് അതിൽ 1 സ്പൂൺ ഉലുവയും ഒരു 5-6 വെളുത്തുള്ളിയും ഇട്ട് നല്ലപോലെ വേവിച്ചിട്ട് കഞ്ഞിയായിട്ട് കഴിക്കാം. മുരിങ്ങയില തോരൻ കിട്ടുവാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ആ മുരിങ്ങയില തന്നെ കഴിക്കുക. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചീര സൈഡ് ഡിഷായിട്ട് കഴിക്കാം. ഓക്കെ, ഉച്ചയ്ക്ക് കഴിക്കേണ്ടത് അതാണ്. ഈവനിങ് 1 ഗ്ലാസ് ഗ്രീൻ ടീ കുടിക്കാം. ഗ്രീൻ ടീയുടെ കൂടെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ പുതിനയിലയോ എന്തെങ്കിലും ചേർത്ത് കുടിക്കാനായിട്ട് ശ്രമിക്കുക. നല്ല 1 ഗ്ലാസ് ഗ്രീൻ ടീയും അതിൻ്റെ കൂടെ ഒരു 4 ആൽമണ്ട്സ് ഇല്ലാത്തവരാണെങ്കിൽ ഒരു 4 ബദാം, അതോ ഇല്ലെങ്കിൽ 4 കാഷ്യൂ നട്ട്സ്, അതോ ഇല്ലെങ്കിൽ 4 വാൾനട്ട്സ്, ഏതെങ്കിലും ഒരു ഡ്രൈ ഫ്രൂട്ട്സ് ഒരു 4 എണ്ണം ഒരു 4 മണിയാവുമ്പോൾ കഴിക്കാം. ഓക്കെ, ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ കഴിക്കാം. അതിനുശേഷം ഇന്ന് നൈറ്റ് നിങ്ങൾ കഴിക്കേണ്ടതെന്ന് പറഞ്ഞാൽ വെജിറ്റബിൾ സാലഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് കുക്കുംബർ, ക്യാരറ്റ്, ക്യാപ്സിക്കം, ക്യാബേജ് ഇങ്ങനെയുള്ള ഫ്രഷ് ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന എല്ലാ വെജിറ്റബിൾസും നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഒരു ബൗൾ, നല്ല ഒരു വലിയ ബൗളിൽ നമുക്ക് എന്തൊക്കെ കഴിക്കാൻ പറ്റുന്ന വെജിറ്റബിൾസ് ഉണ്ടോ പച്ചയായിട്ട് കഴിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കഴിക്കാനുണ്ടോ അത് കഴിക്കാം. അതിൻ്റെ കൂടെ തൈരിൽ ഇത് കുതിർത്ത് കഴിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. നല്ല തേങ്ങാപ്പാലിൻ്റെ തൈര്, നല്ല കട്ടിയായിട്ട് തിക്കായിട്ട്, നമ്മുടെ മറ്റേ തൈര് പോലെ തേങ്ങാപ്പാൽ തൈര് ഇരിക്കില്ല. അത് നിങ്ങളൊന്നും വിഷമിക്കുകയൊന്നും വേണ്ട. ഒരു ബൗളിൽ ആ തൈരിൽ ഇത് മിക്സ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം അത് വേണം നിങ്ങൾ ഇന്ന് നൈറ്റ് കഴിക്കാനായിട്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡയറ്റ് എന്ന് പറയുന്നത്. കറക്റ്റായിട്ട് നിങ്ങൾക്കുള്ള ഒരു എഫേർട്ട് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി കഴിക്കുക എന്നുള്ളതാണ്. ചേച്ചി എല്ലാം പറഞ്ഞു തരും, നിങ്ങൾ കറക്റ്റായിട്ട് എഴുതി വെച്ച് പ്രിപ്പയർ ചെയ്ത് ഉണ്ടാക്കി കഴിക്കാം. ഓക്കെ, പിന്നെ ചില പേർക്ക് 4ാമത്തെ വെയിറ്റ് ലോസ് ചലഞ്ചിന് ചില വീഡിയോസ് മിസ്സാവുമെന്ന് പറയുന്നുണ്ട്. കാരണം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വെയിറ്റ് ലോസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഡൗട്ട്സ് വരുന്നത് കൊണ്ട് തന്നെ ലൈവായിട്ട് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ ലൈവ് വീഡിയോസിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഏതെങ്കിലുമൊക്കെ മിസ്സായിട്ടുണ്ടെങ്കിൽ. പിന്നെ ചില പേർക്ക് പ്ലേലിസ്റ്റ് നോക്കാൻ അറിയില്ല. പ്ലേലിസ്റ്റ് നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹോം സ്ക്രീനിൽ പോയി കവീസ് ലൈഫ് സ്റ്റൈൽ ലാബ് എടുക്കുമ്പോൾ നമ്മുടെ പേജ് ഓപ്പൺ ആകും. പേജ് ഓപ്പൺ ആകുമ്പോൾ ആ പേജിനകത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മുകളിൽ വീഡിയോ, ഹോം, വീഡിയോസ്, പ്ലേലിസ്റ്റ്, കമ്മ്യൂണിറ്റി ടാബ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ആണ്. അതിൽ പ്ലേലിസ്റ്റിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ പ്ലേലിസ്റ്റുകളെല്ലാം വരും. ബെല്ലിഫാറ്റ് എക്സർസൈസ്, ഓറഞ്ച് പീൽ സ്കിൻ വൈറ്റനിങ്, വെയിറ്റ് ലോസ് ചലഞ്ച് 1, 2, 3, 4 എല്ലാം വരും. നമ്മളിപ്പോൾ ചെയ്യുന്നത് വെയിറ്റ് ലോസ് ചലഞ്ച് 4 ആണ്. അപ്പോൾ നിങ്ങൾ ആ 4ൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് വരെ 4 ഇട്ടിട്ടുള്ള എല്ലാ വീഡിയോസും അതിൽ കാണാനായിട്ട് പറ്റും.
ഓക്കെ, ഓരോരോ വീഡിയോസ് ആയിട്ട് കാണാൻ പറ്റും. അതുപോലെ ഫോളോ ചെയ്ത് പോയാൽ മതി. പിന്നെ എന്ത് പറയുന്നത്, നിങ്ങൾക്ക് PCOD, തൈറോയിഡ് ഇങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് ഉള്ളവരാണെങ്കിൽ നമ്മുടെ വെയിറ്റ് ലോസ് ചലഞ്ച് 2-3 ഫോളോ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുന്നൊരു പ്രശ്നമില്ല എങ്കിലും ഒരുപാട് PCOD, ഭയങ്കരമായിട്ട് PCOD ഒക്കെ ഉണ്ട്, തൈറോയിഡ് ഉണ്ട്, മെൻസസ് ഒന്നും കറക്റ്റായിട്ട് വരുന്നില്ല, അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾ വെയിറ്റ് ലോസ് 2-3 കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നതാണ് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുക. ഓക്കെ, കാര്യം പറയുമ്പോൾ നമ്മൾ കാര്യമായിട്ട് പറയുള്ളൂ, അതാണ് നല്ല റിസൾട്ട് കിട്ടുക. ഇതൊക്കെ ചേച്ചി കുറച്ച് ലിബറലായിട്ട് പിടിച്ച് ചെയ്യുന്നതാണ്. കാരണം എല്ലാവരെയും ഒന്ന് കൊണ്ടുവരണം, ഒന്ന് അട്രാക്ട് ചെയ്യണം, എല്ലാവർക്കും ചെയ്യാൻ പറ്റണം എന്നുള്ള രീതിയിലാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ലിബറലാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ പ്ലേലിസ്റ്റിൽ പോയി കാണേണ്ടത്. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, എനിക്ക് പ്ലേലിസ്റ്റ് എടുക്കാൻ ഇനിയും അറിയില്ല എന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ഏത് പ്ലേലിസ്റ്റ് ആണ്, ഇപ്പോൾ ഏതാണ് നിങ്ങൾക്ക് വേണ്ടത്, ബെല്ലി ഫാറ്റ് എക്സർസൈസിന്റെ ഒന്നാമത്തോട്ടുള്ള വീഡിയോസ് ആണോ വേണ്ടത്, അല്ലെങ്കിൽ പിഗ്മെന്റേഷൻ ചലഞ്ച് ആണോ, ഗ്രേ ഹെയർ ചലഞ്ച് ആണോ, സ്കിൻ കെയർ ആണോ, ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് താഴെ കമന്റ് ചെയ്യുക. ഞാൻ അതിന്റെ ലിങ്ക് ഇട്ട് തരാം കേട്ടോ. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ട്, ഹാപ്പി ആയിട്ട്, ജോളി ആയിട്ട്, എനർജറ്റിക് ആയിട്ട് എല്ലാ വെയിറ്റ് ലോസും ചെയ്യുക. എല്ലാവർക്കും നല്ല ഗ്രേറ്റ് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ പ്രാർത്ഥന എപ്പോഴും നിങ്ങളുടെയൊക്കെ കൂടെ ഉണ്ടാവും. നാളെ അടുത്ത ഡേയിലെ വീഡിയോയുമായി വീണ്ടും കാണാം.